നമുക്ക് നമ്മുടെ മോളിക്കുലാർ മാസ് അതനുസരിച്ചിട്ട് നമുക്ക് കെമിക്കൽ ഫോർമുലയിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് ദർ ഈസ് എ ഫിക്സഡ് കോമ്പിനേഷൻ. ഒരു സിമ്പിൾ ഓൾ ടൈം റേഷ്യോയിലാണ് അത് വരിക എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ആറ്റംസ് ചേർന്നിട്ട് ഇൻഡിപെൻഡൻറ്റ് സ്റ്റേജിലിരിക്കുന്ന അവസ്ഥ, മോളിക്കുലാർ സ്റ്റേജിലിരിക്കുന്ന ഒരവസ്ഥയുണ്ടെന്ന് പറഞ്ഞു. മോളിക്കുലാർ സ്റ്റേജിലിരിക്കുന്ന ഒരവസ്ഥയിൽ അത് കോമ്പൗണ്ടായിട്ട് മാറുമ്പോൾ ചിലത് ഇലക്ട്രോണിനെ കൊടുക്കും, ചിലത് ഇലക്ട്രോണിനെ സ്വീകരിക്കും. അതായത് മെറ്റലും നോൺ മെറ്റൽ ക്യാരക്ടർ എന്നുള്ള വിഭാഗത്തിൽ വരുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു, ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. സോ ഇലക്ട്രോൺ കൊടുക്കുമ്പോൾ ഡൊണേറ്റ് ചെയ്യുമ്പോൾ പ്ലസ്സും, ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അത് മൈനസും ആവും. ഈ അയോണുകൾ കോമ്പൻസേറ്റ് ചെയ്തിട്ടുള്ളിരിക്കുന്ന രീതിയിൽ, ന്യൂട്രലൈസേഷൻ ചെയ്യുന്ന രീതിയിലാണ് കോമ്പൗണ്ട് വരിക. അപ്പോൾ നമുക്ക് ആ കോമ്പൗണ്ടിനെ ചേർത്ത് എഴുതുമ്പോൾ സിംബോളിക്കായിട്ട് എഴുതുന്ന ഒരു പ്രക്രിയയ്ക്കാണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുക. അപ്പോൾ നമുക്കൊരു റിയാക്ഷനെ നമുക്ക് വളരെ ഈസി ആയിട്ട് സിംബോളിക്കായിട്ട് എഴുതാൻ സാധിക്കും. അതെങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ അത് നമുക്കറിയാം. അവിടെയാണ് നമ്മൾ വാലൻസി എന്ന് പറയുന്ന ടേമിലേക്ക് പോയത്. ജോയിനിങ് കപ്പാസിറ്റി ഓഫ് ആൻ എലമെൻറ്റ് ഈസ് കോൾഡ് ഓർ ആറ്റം ഈസ് കോൾഡ് വാലൻസി. അപ്പോൾ ഒരു ആറ്റം എന്ന് പറയുന്നതിൻ്റെ ഔട്ടർ ഷെല്ലിൽ, വാലൻസി ഷെല്ലിൽ കാണുന്ന ഇലക്ട്രോണുകളാണ് വാലൻസി ഇലക്ട്രോൺ. അതിനനുസരിച്ചിട്ട് അതിന് ഒപ്റ്റിറ്റി പൂർത്തീകരിക്കാൻ, അതായത് സ്ഥിരത കൈവരിക്കാൻ, ഒരു ആറ്റം സ്ഥിരതയിലെത്തുന്നത് അക്കോർഡിംഗ് ടു സയൻസ് ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുമ്പോഴാണ്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. 8 ഇലക്ട്രോൺ വരുന്ന ഒരു സ്റ്റേജിനെ ഒക്റ്റിറ്റി എന്ന് പറയും, ലോ ഓഫ് ഒക്റ്റിറ്റി. അങ്ങനെ 8 ഇലക്ട്രോൺ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷനിൽ ഈ ആറ്റംസ് ആർ ജോയിൻ ടുഗദർ, അപ്പോൾ കോമ്പൗണ്ടായിട്ട് മാറും. ഇതാണ് പ്രകൃതിയിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ച്. അങ്ങനെ വരുമ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് സംഭവിക്കുക? നമുക്കൊരു ഏറ്റവും നല്ല എക്സാമ്പിൾസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ട്. സോഡിയം മെറ്റലാണ്, ക്ലോറിൻ നോൺ മെറ്റലാണ്. സോഡിയത്തിൻ്റെ വാലൻസി ഔട്ടർ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ഉണ്ട്, ക്ലോറിൻ്റെ വാലൻസി ഔട്ടർ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ സോഡിയത്തിന് 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കാം, ക്ലോറിന് 7 ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് 1 ഇലക്ട്രോണിനെ സ്വീകരിച്ച് ഒക്റ്റിറ്റി പൂർത്തീകരിക്കാം. അപ്പോൾ സോഡിയം 1 ഇലക്ട്രോണിനെ കൊടുക്കും, അപ്പോൾ പ്ലസ് ആവും, ക്ലോറിൻ 1 ഇലക്ട്രോണിനെ സ്വീകരിക്കും, അത് മൈനസ് ആവും. സോ Na+Cl എന്ന് പറയുമ്പോൾ എണ്ണയുടെ വാലൻസി 1ഉം ക്ലോറിൻ്റെ വാലൻസി സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി 1ഉമാണ്. അതുകൊണ്ട് ജോയിനിങ് കപ്പാസിറ്റി 1 ആയതുകൊണ്ട് അത് തമ്മിൽ യോജിപ്പിക്കുമ്പോൾ NaCl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടായിട്ട് മാറും. നമുക്ക് ആ വാലൻസി എടുത്തുകൊണ്ട്, ജോയിനിങ് കപ്പാസിറ്റി എടുത്തുകൊണ്ട് നമുക്കതിനെ കെമിക്കൽ ഫോർമുലയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് കാണാം. തുടർന്ന് അങ്ങോട്ട് നമ്മൾ കടന്നു പോയപ്പോൾ നമ്മൾ ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സിംഗിൾ യൂണിറ്റ്, അതായത് ആറ്റങ്ങളെ കുറിച്ച് പറയാനും, മോളിക്യൂൾസിനെ കുറിച്ച് പറയാനും, അയോൺസിനെ കുറിച്ച് പറയാനും, ഇലക്ട്രോൺസിനെ കുറിച്ചും പ്രോട്ടോൺസിനെ കുറിച്ചും ന്യൂട്രോൺസിനെ കുറിച്ചൊക്കെ പറയാനും, സൂക്ഷ്മമായിട്ടുള്ള പാർട്ടിക്കിൾസിനെ കുറിച്ച് പറയാനായിട്ട് ഒരു യൂണിഫൈഡ് സ്കെയിലിനെ നമ്മൾ അന്വേഷിച്ച് നടന്നു. അങ്ങനെ യൂണിഫൈഡ് സ്കെയിലിനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് അവഗാഡ്രോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്, കെമിസ്ട്രിയിൽ വളരെയധികം സംഭാവന നൽകിയിട്ടുള്ള അവഗാഡ്രോ. അതിനുമുമ്പ് ബോയൽസ് ഉണ്ട്, ചാൾസ് ലോ, ബോയൽസ് ലോ എന്ന് പറയുന്ന 2-3 നിയമങ്ങളുണ്ട്. അതിലൂടെ വന്ന ഒരു സയൻറ്റിസ്റ്റാണ് അവഗാഡ്രോ. അവഗാഡ്രോയുടെ ഒരു ലോ ഉണ്ട്, ലോ ഓഫ് ഗ്യാസ്. അദ്ദേഹം അതിൽ പറയുന്നത് പ്രഷറും ടെമ്പറേച്ചറും സ്ഥിരമായിരുന്നാൽ, when pressure and temperature is constant, the volume is directly proportional to number of molecules now. അതായത് പ്രഷറും ടെമ്പറേച്ചറും സ്ഥിരമായിരുന്നാൽ അതിൻ്റെ വോളിയം, ഒരു സബ്സ്റ്റൻസിൻ്റെ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. അത് ഗ്യാസ് വാതകത്തിൽ നമുക്ക് അതിനെ പറയാൻ സാധിക്കും. അപ്പോൾ V പ്രൊപ്പോർഷണൽ ടു N ആണ്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ്. നമുക്ക് ഈ മാസൊക്കെ, ആറ്റത്തിൻ്റെ മാസൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ ഒരു
ഒരു വസ്തുവിൽ എത്ര ആറ്റങ്ങളുണ്ട്, ഒരു വസ്തുവിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ഹ്യൂജ് നമ്പറാണ്. അതിനെ നമുക്ക് ഏകീകരിക്കാനായിട്ട്, യൂണിഫൈ ചെയ്യാനായിട്ട്, ഒരു യൂണിറ്റ് എടുക്കാനായിട്ട് നമ്മൾ എണ്ണത്തെയും, ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും മോളിക്യൂൾസിൻ്റെയും എണ്ണത്തെയും മാസിനെയും ചേർത്തുകൊണ്ട് നമ്മൾ വോളിയം, വ്യാപ്തം, അതിനിരിക്കാനുള്ള കപ്പാസിറ്റി, ഇതിനെ ചേർത്തുകൊണ്ട് നമ്മളൊരു യൂണിറ്റ് ഉണ്ടാക്കി. അതാണ് മോൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്. മോൾ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാറ്റം, നമുക്കറിയാം ഒരു വസ്തു കൂടിച്ചേരുമ്പോൾ അതിൽ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. അതിനർത്ഥം കാർബൺ 12 സ്കെയിൽ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ കാർബൺ 12 എന്ന് പറയുന്ന ഒരു നിശ്ചിത തോത് എടുത്തുകൊണ്ട്, അപ്പോൾ കാർബൺ 12 എന്നുള്ള സ്റ്റേജ് എല്ലാ മൂലകത്തിൻ്റെ ആറ്റത്തിലും, എല്ലാ എലമെൻസിൻ്റെ ആറ്റത്തിലും ഉണ്ടാകുമെന്നും അതനുസരിച്ചിട്ട് നമുക്ക് ആറ്റങ്ങളുടെ എണ്ണവും അതിനനുസരിച്ചിട്ട് മോളിക്കുലാറിൻ്റെ തന്മാത്രകളുടെ എണ്ണവും കണ്ടുപിടിക്കാമെന്നും മനസ്സിലാക്കിയെന്നർത്ഥം. അങ്ങനെ ഒരു സിംഗിൾ യൂണിറ്റിലേക്ക് നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആറ്റവും മോളിക്യൂൾസും അയോൺസും എല്ലാം നമുക്കൊരു സിംഗിൾ യൂണിറ്റിലേക്ക് എത്തിക്കാൻ സയൻസിന് സാധിച്ചതാണ് അവഗാഡ്രോ ചെയ്ത ആ നിയമത്തിന് അടിസ്ഥാനം. സോ നമുക്ക് ഒരു കാര്യം ക്ലിയർ ആയിട്ട് സാധിക്കും. നമ്മൾ ഇതിൻ്റെയൊക്കെ മോളിക്കുലാർ മാസ് എടുത്താൽ, ആറ്റങ്ങൾ ചേർന്നിട്ട് മോളിക്യൂൾസ് ആയിട്ട് മാറുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ആ മോളിക്കുലാർ മാസ്, ഇപ്പോൾ വാട്ടർ ഈസ് എ കോമ്പൗണ്ട്, അവിടെ ഹൈഡ്രജൻ 2 ഉണ്ട്, ഓക്സിജൻ 1 ഉണ്ട്. അതിൻ്റെ മാസ് എടുക്കാൻ സാധിക്കും. ഹൈഡ്രജൻ്റെ മാസ് 1 ആണ്, ഓക്സിജൻ്റെ മാസ് 16 ആണ്. അപ്പോൾ 16 H2O, 16 + 2, അപ്പോൾ 18 ഗ്രാം. അപ്പോൾ 18 ആണ് വാട്ടറിൻ്റെ, ഒരു മോൾ വാട്ടറിൻ്റെ, ഒരു മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ തന്മാത്രാ ഭാരം, മോളിക്കുലാർ മാസ്. അങ്ങനെ നമുക്ക് ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ആറ്റംസിനെ ആഡ് ചെയ്താൽ നമുക്ക് മോളിക്കുലാർ മാസ് കിട്ടുന്നർത്ഥം. അപ്പോൾ ആ മോളിക്കുലാർ മാസിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മളതിനെ ഗ്രാമിൽ പറയാൻ സാധിക്കും. ദാറ്റ് ഈസ് മോളിക്കുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. അതുപോലെ ആറ്റത്തിൻ്റെ അളവിനെ നമുക്കതിനെ ഗ്രാമിൽ പറയാൻ സാധിക്കും. അതിനെ ആറ്റോമിക മാസ് ഇൻ ഗ്രാം. ആറ്റത്തിൻ്റെ വെയിറ്റിന് ആറ്റോമിക മാസ് എന്ന് പറയും, മോളിക്കുലാറിൻ്റെ വെയിറ്റിന് മോളിക്കുലാർ മാസ് എന്ന് പറയും. ഇതിനെയൊക്കെ നമുക്ക് ഗ്രാം എന്നുള്ള യൂണിറ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ തന്നിരിക്കുന്ന ആറ്റത്തിൻ്റെ വെയിറ്റും തന്നിരിക്കുന്ന മോളിക്കുലാറിൻ്റെ വെയിറ്റിനെയും നമുക്ക് അതിൻ്റെ ഒരു മോൾ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു മോൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് നമുക്ക് 4 തരത്തിൽ കണ്ടുപിടിക്കാം. 4 തരത്തിൽ കണ്ടുപിടിക്കാം. ദ യൂണിറ്റ് ഓഫ് മോൾ ക്യാൻ ബി അറ്റൈൻഡ് ബൈ 4 ways. തന്നിരിക്കുന്ന ആറ്റത്തിൻ്റെ വെയിറ്റിനെ, ഗ്രാമിൽ തന്നിരിക്കുന്ന ആറ്റത്തിൻ്റെ വെയിറ്റിനെ അതിൻ്റെ ഒരു GAM കൊണ്ട് ഹരിച്ചാൽ, GAM ഗ്രാം ആറ്റോമിക മാസ് എന്ന് പറയും. ഒരു ഗ്രാം ആറ്റോമിക മാസ് എന്ന് പറഞ്ഞാൽ ആറ്റത്തിൻ്റെ ഭാരത്തിനെ ഗ്രാമിൽ പറയുക, അതാണ് ഒരു GAM. അതുപോലെ ഒരു GAM ഏതെടുത്താലും, ഒരു GAM സോഡിയം എടുക്കാം, ഒരു GAM ഹൈഡ്രജൻ എടുക്കാം, ഒരു GAM ഓക്സിജൻ എടുക്കാം. ഒരു ഗ്രാം ആറ്റോമിക മാസ് ഏത് ആറ്റം എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 × 10⁻23, 6.022 × 10⁻23 ആറ്റങ്ങളാണ്. അതിനെയാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുക. സോ ഒരു GAMൽ, ഒരു ഗ്രാം ആറ്റോമിക മാസ്, അതിലടങ്ങിയിരിക്കുന്നതാണ് ഒരു അവഗാഡ്രോ നമ്പർ. ആ ഒരു അവഗാഡ്രോ നമ്പറിനെ പറയുന്ന പേരാണ് ഒരു മോൾ. ഇനി തന്മാത്രാ ഭാരം എടുക്കുക, മോളിക്കുലാർ മാസ് എടുക്കുക. ഇപ്പം തന്നിരിക്കുന്ന മോളിക്കുലാർ ഗ്രാം ഡിവൈഡഡ് ബൈ ഒരു GMM, മോളിക്കുലാർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. തന്മാത്രാ ഭാരത്തെ ഗ്രാമിൽ പറയുക, ഒരു GMM. അപ്പോൾ ഒരു GMM ഏത് കോമ്പൗണ്ട് എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിൻ്റെ എണ്ണം 6.022 × 10⁻23, അതായത് ഒരു അവഗാഡ്രോ നമ്പർ ആയിരിക്കും, അതായത് ഒരു മോൾ ആയിരിക്കും. അതുപോലെ അവഗാഡ്രോ നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. നമ്പറുകൾ തന്നു കഴിഞ്ഞാൽ ആ നമ്പറിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് മോൾ കിട്ടും. അതുപോലെ വാതകമാണെങ്കിൽ, ഗ്യാസസ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ
ഉൾക്കൊള്ളുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഗ്യാസിൻ്റെയും വെയിറ്റ് അതിൻ്റെ വോളിയം 22.4 ലിറ്റർ ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മോളാർ വോളിയം എന്നാണ് അതിനെ പറയുക. അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. അതുകൊണ്ട് അതിന് STP എന്ന് പറയും, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ആ പ്രഷറിൽ എടുക്കുന്ന ഏത് വാതകവും ആ STPയിലെ വോളിയത്തിനെ 22.4 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊരു മോൾ കിട്ടും. അപ്പോൾ മോൾ ഈസ് എ സിംഗിൾ യൂണിറ്റ് എക്സ്പ്രസ്ഡ് ഫോർ ഫൈൻഡിങ് ഔട്ട് ദി ആറ്റംസ്, മോളിക്യൂൾസ് ആൻഡ് അയോൺസ്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് എക്സെട്ര. ഇതാണ് മോൾ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ഒരു ഗ്രാം ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന 1 ഗ്രാം ആറ്റോമിക ഭാരം ഒരു GAM അതെടുക്കുമ്പോൾ അതിൽ എത്ര ആറ്റംസ് ഉണ്ട്? 1 GMM. 1 ഗ്രാം മോളിക്കുലർ മാസ് എടുക്കുമ്പോൾ അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? ഒരു STPയിൽ വോളിയത്തിൽ 22.4 ലിറ്റർ വോളിയത്തിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഏകകം, ഒരു സ്കെയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതാണ് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്, 1 മോൾ എന്ന് പറയുന്നത്. അപ്പോൾ 1 മോൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. 1 GAM എന്ന് പറഞ്ഞാൽ ഗ്രാം ആറ്റോമിക മാസ്. ആറ്റത്തിൻ്റെ മാസിനെ ഗ്രാമിൽ പറയുക. അതിനർത്ഥം 1 GAM H എടുത്താലും 1 GAM ഓക്സിജൻ എടുത്താലും 1 GAM ഹീലിയം എടുത്താലും 1 GAM സോഡിയം എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 1 മോളായിരിക്കും. അത് അവഗാഡ്രോ നമ്പർ ആയിരിക്കും എന്നർത്ഥം. അതേപോലെ അത് കോമ്പൗണ്ട് ആയിട്ട് എടുത്താൽ 1 GMM വാട്ടർ എടുത്താലും 1 GMM NH3 അമോണിയ എടുത്താലും 1 GMM സോഡിയം ക്ലോറൈഡ് എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് അഥവാ ആ തന്മാത്രകളുടെ എണ്ണം 1 മോളായിരിക്കും. ദാറ്റ് ഈസ് അവഗാഡ്രോ നമ്പർ ആയിരിക്കും എന്നർത്ഥം. ഇതാണ് മോൾ കൺസെപ്റ്റ്. അത് നിങ്ങൾക്ക് അധികമില്ല, അതുകൊണ്ട് യൂണിറ്റ് എന്ന് പറഞ്ഞ് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ആ യൂണിറ്റ് നമുക്ക് ഏകീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മോൾ കൺസെപ്റ്റിലൂടെ നമ്മൾ ഇന്ന് കെമിസ്ട്രിയെ നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ സാധിക്കും. ഇനി അതിൽ വരുന്നത് ഇതനുസരിച്ചിട്ട് നമുക്ക് കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല എടുക്കാനായിട്ട് സാധിക്കും. അതിനെ നമ്മൾ പറയുക ഫോർമുല യൂണിറ്റ് മാസ് എന്ന് പറയും. Formula unit mass of a substance is a sum of the atomic masses of all atoms in a formula. ഒരു ഫോർമുലയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ സമ്മിൻ്റെ എണ്ണത്തിനെയാണ്, സബ്സ്റ്റൻസിലെ എണ്ണത്തിനെയാണ് അതിൻ്റെ കെമിക്കൽ ഫോർമുല യൂണിറ്റ് മാസ് എന്ന് പറയുക. ഫോർമുല യൂണിറ്റ് മാസ് എന്ന് നമ്മൾ പറയുക. അതെന്താ നമുക്ക് നോക്കാം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സോഡിയം ക്ലോറൈഡ് എടുക്കുക. NaCl ഈസ് എ കോമ്പൗണ്ട്. ഇവിടെ സോഡിയം പ്ലസ് ക്ലോറിൻ. സോഡിയത്തിൻ്റെ മാസ് അക്കോർഡിംഗ് ടു ആറ്റോമിക മാസ് സ്കെയിൽ എടുക്കുമ്പം 23 ആണ്. അതുപോലെ തന്നെ ക്ലോറിൻ്റെ മാസ് ആറ്റോമിക മാസ് സ്കെയിൽ എടുക്കുമ്പോൾ 35.5 ആണ്. രണ്ടും കൂടി കൂട്ടുമ്പോൾ 23 പ്ലസ് 35.5 58.5 യൂണിറ്റ് ആണ്. 58.5 യൂണിറ്റ് ആണ്. അതായത് സോഡിയം ക്ലോറൈഡിൻ്റെ ഫോർമുല യൂണിറ്റ് മാസ്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്നുള്ളൊരു ഫോർമുല ഉണ്ടാകുമ്പോൾ അതിൻ്റെ ടോട്ടൽ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നതിനെ മാസുകൾ സം ചെയ്താൽ മതി. കൂട്ടിയെടുത്ത് കിട്ടുന്നതാണ് അതിൻ്റെ തന്മാത്രാ ഭാരം എന്നർത്ഥം. അതാണ് 58.5 U എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാത്തിൻ്റെയും ആ ഫോർമുല മാസ് എടുക്കാൻ സാധിക്കും എന്നർത്ഥം. ഇവിടെ ഈ മോൾ കൺസെപ്റ്റിലൂടെ നമുക്ക് എത്ര ആറ്റങ്ങളുണ്ട്, എത്ര തന്മാത്രകളുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയും ചെയ്യും. അതും നമുക്ക് ഈ പ്രോബ്ലത്തിലൂടെ കണ്ടുപിടിക്കാം. ഫോർമുല ഓഫ് സിമ്പിൾ കോമ്പൗണ്ട്സ്. നമുക്ക് കോമ്പൗണ്ട്സിനെ ഫോർമുലയിൽ കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം എല്ലാത്തിൻ്റെയും വാലൻസി, നമ്മൾ ഔട്ടർ ഷെല്ലിലുള്ള ജോയിനിങ് കപ്പാസിറ്റി, ഇലക്ട്രോണിൻ്റെ ആവശ്യകത എത്രയാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ അതിനെ ഫോർമുലയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഫോർമുല ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് HCl. HCl 2 എലമെന്റ് ആണ് അതിലുള്ളത്. Hന്റെ വാലൻസി 1 ആണ്, ക്ലോറിന്റെ വാലൻസി 1 ആണ്. അതായത് ക്ലോറിന് ഔട്ടർ ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്, ഒരെണ്ണം കൂടി മതി ഒക്ടറ്റ് പൂർത്തീകരിക്കാൻ. H ആണെങ്കിൽ ഒരെണ്ണേ ഔട്ടർ ഷെല്ലുള്ളൂ, അത് വിട്ടുകൊടുക്കാൻ തയ്യാറുമാണ്. അപ്പോൾ H1 Cl1 രണ്ടും കൂടി ഇന്റർചേഞ്ച് ചെയ്യും. ക്രോസ് ഇട്ടിരിക്കണം നോക്കുക. അപ്പോൾ H1 Cl1 അത് 1:1 ആണ് പ്രപ്പോർഷൻ. അതുകൊണ്ട്
HCl. അപ്പോൾ ഒരു ഹൈഡ്രജൻ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, ഒരു ക്ലോറിൻ അതിനെ അക്സെപ്റ്റ് ചെയ്യും എന്നർത്ഥം. അപ്പോൾ HCl എന്നുള്ള കോമ്പൗണ്ടായി. അപ്പോൾ അത് ഹൈഡ്രജൻ ക്ലോറൈഡ് ആയി എന്നർത്ഥം. രണ്ടാമത്തെ നോക്കുക, H2S ഹൈഡ്രജൻ സൾഫൈഡ്. H ഒരെണ്ണം വാലൻസി, സൾഫർ 2 വാലൻസി is 2. സോ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ H2S1 ആയി. H2S1 മീൻസ് H2S. അതായത് സൾഫറിന് 2 ഇലക്ട്രോൺ വേണം. സൾഫറിന് 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യണം. ഒരു H ഒരു ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പോൾ 2H 2 ഇലക്ട്രോണിനെ കൊടുക്കും. അപ്പോൾ 2H 2 ഇലക്ട്രോണിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു S 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് H2S എന്നുള്ളൊരു കോമ്പൗണ്ട് ഉണ്ടായിട്ട് മാറും. The next one, CCl4 കാർബൺ ടെട്രാക്ലോറൈഡ്. CCl4 ടെട്രാ മീൻസ് 4. കാർബണിന്റെ ഔട്ടർ ഷെല്ലിൽ 4 എണ്ണം ഉണ്ട്. ക്ലോറിന്റെ ഔട്ടർ ഷെല്ലിൽ 1 എണ്ണം മതി. അഷ്ടകം പൂർത്തീകരിക്കാൻ, ലോ ഓഫ് ഒക്ടിറ്റി പൂർത്തീകരിക്കാൻ 1 എണ്ണം മതി. സോ ഇന്റർചേഞ്ച്, സോ അത് പരസ്പരം ക്രോസ് ചെയ്യുക. അപ്പോൾ C1Cl4, അപ്പോൾ CCl4. ദാറ്റ് മീൻസ് ഒരു കാർബൺ 4 ഇലക്ട്രോണിനെ കൊടുത്തുകൊണ്ട് ഓരോ ക്ലോറിൻ ഓരോ ഇലക്ട്രോണിനെ സ്വീകരിച്ച് CCl4 എന്നുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാവും. സോ കാർബൺ donates 4 electron and 1 electron accepted each 4 chlorine atoms, then form CCl4 compound. അങ്ങനെ CCl4 ഉണ്ടാവുന്ന അർത്ഥം. Then MgCl2 magnesium chloride. Magnesium 2 chlorine 1, valence of magnesium 2 chlorine 1. So interchange ചെയ്യുക, Mg1Cl2, that is MgCl2. ഒരു മെഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ കൊടുത്ത് ഓരോ ക്ലോറിനും 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് MgCl2 എന്നുള്ള കോമ്പൗണ്ട് ഉണ്ടാവും. Then AlCl3 അലുമിനിയം ക്ലോറൈഡ്. Al3 അലുമിനിയത്തിന്റെ വാലൻസി 3, ക്ലോറിന്റെ വാലൻസി 1. സോ Al1Cl3, that is AlCl3. അലുമിനിയം 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ ഓരോ ക്ലോറിനും ഓരോ ഇലക്ട്രോണിനെ സ്വീകരിച്ച് Cl3 ആയിട്ട് മാറും. അപ്പോൾ AlCl3. The next CaO, calcium oxide. Ca2, oxygen 2. Valence of calcium 2, valence of oxygen 2. So crossing together, Ca2O2. Ca2O2 proportion same ആണ്, അതുകൊണ്ട് CaO. കാൽസ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ ഓക്സിജൻ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് കാൽസ്യം ഓക്സൈഡ് ആയിട്ട് മാറും. Then NaNO3. NO3 is an atom radical. പോളിയാറ്റോമിക് ആണ്. പോളിയാറ്റോമിക് റേഷ്യോ NO3 is a group. So 1 ആണ് അതിന്റെ വാലൻസി. സോ ക്രോസ് ചെയ്യുക, Na1 NO3 once. So NaNO3 sodium nitrate. Then CaOH twice. Calcium 2 OH1. So cross ചെയ്യുക, Ca1 OH twice. Calcium hydroxide. OH is a group. So calcium hydroxide. കാൽസ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ OH 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തു എന്നർത്ഥം. Na2CO3 സോഡിയം കാർബണേറ്റ്. Na1CO3 twice. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്രോസ് ചെയ്യുക, Na2CO3. സോഡിയം 2 ഇലക്ട്രോണിനെ കൊടുത്ത് ഒരു കാർബണേറ്റ് 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തു എന്നർത്ഥം. Na2CO3. NH4 twice SO4 അമോണിയം സൾഫേറ്റ്. NH4 1 SO4 2. ബാലൻസ് ഓഫ് NH4 1 ആണ്, SO4 2 ആണ്. ദോ ക്രോസ് ചെയ്യുക, NH4 twice SO4. അതായത് NH4 2 NH4 ഓരോ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ SO4 ആ 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് NH4 twice SO4 എന്നുള്ള കോമ്പൗണ്ട് ഉണ്ടാവും. ഇതാണ് ഒരു കോമ്പൗണ്ട് സിമ്പിളായിട്ട് ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രപ്പോർഷൻ. ഇതാണ് കെമിക്കൽ ഫോർമുല എന്ന് പറയുക. നമുക്ക് വളരെ സിംബോളിക് ആയിട്ട് ഇതിനെ കാണിക്കാൻ സാധിക്കും, ഈസി ആയിട്ട് റെഫറൻസ് ചെയ്യാൻ സാധിക്കും. ആരാണ് ഇലക്ട്രോണിനെ ഷിഫ്റ്റ് ചെയ്തത്, ആരാണ് ഇലക്ട്രോൺ സ്വീകരിച്ചത്, ഇലക്ട്രോൺ കൊടുക്കുന്ന ആളെ ലെഫ്റ്റ് സൈഡിലും സ്വീകരിക്കുന്ന ആളെ റൈറ്റ് സൈഡിലും എഴുതി സിമ്പിൾ കോമ്പൗണ്ടിന്റെ ഫോർമുല ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. യെസ്, കാൽക്കുലേറ്റ് ദ റിലേറ്റീവ് മോളിക്കുലർ മാസ് ഓഫ് H2O ആൻഡ് HNO3. നമുക്ക് മോളിക്കുലർ മാസ് കാണാൻ സാധിക്കും. തന്മാത്രാഭാരം ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന എത്ര ആറ്റങ്ങളുണ്ടോ അതിൻ്റെ സം ടോട്ടൽ എടുത്താൽ മതി. H2O ഇസ് എ വാട്ടർ. ആറ്റോമിക് മാസ് ഓഫ് H നമുക്കറിയാം 1U. ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ നമുക്കറിയാം 16U.
നമ്മുടെ കാർബൺ 12 സ്കെയിൽ അനുസരിച്ചിട്ട് 16U. സോ ദെയർഫോർ മോളിക്കുലർ മാസ് ഓഫ് H2O, H രണ്ടെണ്ണം, ഓക്സിജൻ ഒരെണ്ണം, 2H and 1 oxygen. അപ്പോൾ 2 into 1 plus 1 into 16 is equal to 18U. അപ്പോൾ മോളിക്കുലർ മാസ്, റിലേറ്റീവ് മോളിക്കുലർ മാസ് ഓഫ് H2O എത്രയാ? 18U എന്നർത്ഥം. HNO3, atomic mass of H is equal to 1, atomic mass of nitrogen is equal to 14, atomic mass of oxygen is equal to 16. ഇത് റിലേറ്റീവ് ആണ്, കാരണം കാർബൺ 12 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് റിലേറ്റീവ് എന്ന് പറഞ്ഞത്. സോ മോളിക്കുലർ മാസ് ഓഫ് HNO3 is equal to nitric acid is equal to 1 into 1 plus 1 into 14 plus 16 into 3. That will give 1 plus 14 plus 48 is equal to 63 unit എന്നർത്ഥം. സോ മോളിക്കുലർ മാസ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ എത്രയുണ്ടോ അതിനെ നമ്മൾ അതിനെ റിലേറ്റീവ് ആയിട്ടുള്ള ആറ്റോമിക് മാസിലേക്ക് കൺവേർട്ട് ചെയ്ത് ടോട്ടൽ ചെയ്താൽ മതി എന്നർത്ഥം. ഓക്കെ, കാൽക്കുലേറ്റ് ഫോർമുല യൂണിറ്റ് മാസ്. നെക്സ്റ്റ് നമുക്ക് ഫോർമുല യൂണിറ്റിലേക്ക് കിടക്കാം. കാൽസ്യം ക്ലോറൈഡ്, അപ്പോൾ ആറ്റോമിക് മാസ് ഓഫ് കാൽസ്യം 40, atomic mass of chlorine 35.5. Therefore calcium chloride 40 plus 2 into 35.5 is equal to 40 plus 71 is equal to 111U. അപ്പോൾ നമുക്ക് കാൽസ്യം ക്ലോറൈഡ് എന്നുള്ള കെമിക്കൽ ഫോർമുലയുടെ ആ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 111U ആണെന്ന് അർത്ഥം. നെക്സ്റ്റ് നമ്പർ ഓഫ് മോൾസ്. ഇനി നമ്മൾ മോൾസിനെ കണ്ടുപിടിക്കുകയാണ്. നമുക്കറിയാം ഒരു മോൾ എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ നമ്പർ ഓഫ് മോൾസ് എങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. 52 ഗ്രാം ഓഫ് ഹീലിയം, 52 ഗ്രാം ഹീലിയത്തിൽ എത്ര നമ്പർ ഉണ്ട്, എത്ര മോൾസ് ഉണ്ട്, എത്ര മോൾ അതിൽ അടങ്ങിയിരിക്കണം, അല്ലെങ്കിൽ എത്ര ആറ്റം ഉണ്ട് എന്നർത്ഥം. ഇപ്പൊ ഹീലിയം എന്നുള്ളത് 52 ഗ്രാം തന്നിട്ടുണ്ട്, 52 ഗ്രാം ആണ് അതിൽ ഹീലിയം. അതിൽ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് എന്നർത്ഥം. സ്മോൾ m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന മാസ്, തന്നിരിക്കുന്ന ആറ്റോമിക മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം, അതാണ് m. ദെൻ ക്യാപിറ്റൽ M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ആറ്റോമിക മാസ്, ഗ്രാം ആറ്റോമിക മാസ്. നമ്മൾ ഒരു സ്കെയിൽ എടുത്തിട്ട് കാർബൺ 12 സ്കെയിൽ എടുത്തിട്ട് ഹീലിയത്തിന്റെ വെയിറ്റ് എത്രയാന്ന് നോക്കിയിട്ടുണ്ട്, അതാണ് അതിന്റെ GAM എന്ന് പറയുക, അതാണ് അതിന്റെ M എന്ന് പറയുന്നത്, ക്യാപിറ്റൽ M എന്ന് പറയുന്നത്. സോ N is equal to M by M is equal to 52 ഗ്രാം ബൈ 4 ഗ്രാം is equal to 13 മോൾ. 13 മോൾ ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ 13 ഇൻറ്റു ഇതിൽ എത്ര ആറ്റം ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? 13 ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.02 × 10⁻23 ഇട്ട് കഴിഞ്ഞാൽ അത്രയും ആറ്റംസ് 52 ഗ്രാം ഹീലിയത്തിൽ ഉണ്ട് എന്നർത്ഥം. Then 12.044 10⁻23 ഹീലിയം ആറ്റംസ്. ഇതിൽ എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് ഇവിടെ അവഗാഡ്രോ നമ്പർ ആണ്, ഈ നമ്പർ സൈസിലാണ് തന്നിട്ടുള്ളത്, നമ്പറിന്റെ ബേസിസിലാണ് നമ്മുടെ ഹീലിയത്തിന്റെ ആറ്റങ്ങൾ തന്നിട്ടുള്ളത്. അതിൽ എത്ര മോൾ ഉണ്ടെന്നാണ്. അപ്പൊ N is equal to that given number by Avogadro number. N is equal to mole is equal to given number by Avogadro number. So 12.044 10⁻23 by 6.02 10⁻23 is equal to 2. 2 മോൾ എന്നർത്ഥം. Then മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് മോള് കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി, തന്നിരിക്കുന്ന ഗ്രാം ഡിവൈഡഡ് ബൈ GAM എടുക്കാം, തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ GMM എടുക്കാം, തന്നിരിക്കുന്ന നമ്പർ ബൈ അവഗാഡ്രോ നമ്പർ എടുക്കാം. ഇനി STP ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, തന്നിരിക്കുന്ന വോളിയം ബൈ 22.4 എടുക്കാം. അങ്ങനെ നമുക്ക് 4 തരത്തിൽ മോൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ മാസ് കണ്ടുപിടിക്കാം, തന്നിരിക്കുന്നതിന്റെ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. എക്സാമ്പിൾ 0.5 മോൾ ഓഫ് N2 ഗ്യാസ്, 0.5 മോൾ നൈട്രജൻ ഗ്യാസ്, അതിന്റെ മാസ് എത്ര? അപ്പോൾ M മാസ് ഈസ് ഈക്വൽ ടു ദാറ്റ് പർട്ടിക്കുലർ GMM എത്രയാണോ അത്, അല്ലെങ്കിൽ GAM എത്രയാണോ ഇൻറ്റു നമ്പർ ഓഫ് മോൾസ്, ഇൻറ്റു നമ്പർ ഓഫ് മോൾസ്. ഇത് ക്ലോസ് ചെയ്താൽ മതി. 28 ഇൻറ്റു 0.5 ഇസ് ഈക്വൽ ടു 14 ഗ്രാം. അപ്പൊ നമുക്ക് അതിൽ നിന്ന്, ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മാസ് കണ്ടുപിടിക്കാനും സാധിക്കും. ദെൻ പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസ് വരികയാണെങ്കിലോ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 0.1 മോൾസ് ഓഫ് കാർബൺ ആറ്റത്തിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? സോ നമ്പർ N is equal to N into N, number of particles N
ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ എ. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോൾ, നമ്പർ ഓഫ് മോൾസ്, ഇൻറ്റു എൻ എ അവഗാഡ്രോ നമ്പർ. സോ 0.1 ഇൻറ്റു 6.02 10⁻23 ആറ്റംസ് അതിലുണ്ടാവും എന്നർത്ഥം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ പാർട്ടിക്കിൾസ് വീണ്ടും വേറൊരു തരത്തിൽ നമുക്ക് കാണാം. 46 ഗ്രാം ഓഫ് സോഡിയം ആറ്റംസ്, 46 ഗ്രാം സോഡിയം ആറ്റംസ്. എത്ര അതിൽ പാർട്ടിക്കിൾസ് ഉണ്ട്? അതിൽ നിന്ന് n is equal to സ്മോൾ m by m into na. സ്മോൾ m എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഗ്രാം, s പ്ലസ് ഗ്രാം 46 ഗ്രാം. ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റോമിക മാസ് സ്കെയിൽ വെച്ച് കിട്ടുന്ന GAM, അത് 23 ഗ്രാം. അപ്പൊ 46/23 ഇൻറ്റു ദാറ്റ് അവഗാഡ്രോ നമ്പർ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 12.044 ഇൻറ്റു 10⁻23 ആറ്റംസ്. അത്രയും ആറ്റംസ് അതിൽ അടങ്ങിയിട്ടുണ്ടാവുന്ന അർത്ഥം. ഇങ്ങനെ നമുക്ക് പാർട്ടിക്കിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാനും മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനും മോൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാനും നമുക്ക് സാധിക്കും. ഇങ്ങനെ നമുക്ക് ആറ്റത്തിനെയും മോളിക്യൂൾസിനെയും മോളിക്കുലാർ മാസും ആറ്റോമിക മാസുമായി കൺവേർട്ട് ചെയ്ത് അനുയോജ്യമായ ഒരു യൂണിറ്റ് ആയിട്ടുള്ള മോളിലേക്ക് കൺവേർട്ട് ചെയ്യാനും അതനുസരിച്ച് നമുക്കതിനെ കെമിക്കൽ ഫോർമുലയിലേക്ക് കറക്റ്റായിട്ട് ബാലൻസിങ് അനുസരിച്ചിട്ട് എഴുതാനും സാധിക്കും. ഓക്കെ, താങ്ക് യു.